സുസുക്കി ജിംനി കിഡിലൻ പ്രൊഡക്റ്റാണ്, വേൾഡ് വൈഡ് ആയിട്ട് ഹിറ്റായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഈ ജിംനിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുണ്ട്. പക്ഷേ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പരിഹരിക്കാൻ പറ്റും. കാരണം വേൾഡ് വൈഡ് ആയിട്ട് എവിടെ നമുക്ക് ആക്സറീസ് വളരെ ഈസിലി അവൈലബിൾ ആണ്. കാരണം വേൾഡ് വൈഡ് ആയിട്ട് ഇറങ്ങി ഹിറ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് നെസസറി ആയിട്ടുള്ള ആക്സറീസ്, നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യേണ്ട കുറച്ച് ആക്സറീസ് ആണ്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണാം. അപ്പോൾ എന്തുകൊണ്ട് ഒരു റിവ്യൂ വീഡിയോ ഇടാതെ ഒരു ആക്സറീസിൻ്റെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടാതെ തള്ളി മറിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ബാക്കിയുള്ള റിവ്യൂ വീഡിയോ കിഡിലനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്തിടുക. ഇറ്റ്സ് മീ, നൈസ് ടു മീറ്റ് യു. അതിൽ മിക്ക ആക്സറീസും ഞാൻ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാം. ഈ ഒരു ബാക്കിലെ ബൂട്ടിൻ്റെ ഡോർ ഉണ്ടല്ലോ, ഇതിൽ വരുന്ന ഡീഫോഗറിൻ്റെ കേബിൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള കേബിളായിരുന്നു. അത് ആർക്ക് കണ്ടാലും ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കാൻ തോന്നും, ആ രീതിയിലാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഡീഫോഗറിൻ്റെ കേബിളിൻ്റെ ഷീൽഡ്. ഓക്കെ, രണ്ടും ഡിഫറെൻറ്റ് സൈസാണ്, കാരണം ഈ ഒരു കേബിളിൻ്റെ ലെങ്ത്തും ഡിഫറെൻ്റ് ആണ്. വിൻഡ്ഷീൽഡ് ഹീറ്റിംഗ് വയർ പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഈ ഒരു ഷീൽഡ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ അത് സേഫായി. അപ്പോൾ ജിംനി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് ഇതാണ്, ഈ ഒരു പ്രൊട്ടക്ടർ വാങ്ങിച്ച് ആഡ് ചെയ്യും. ഇവിടെ ഒന്ന്, അതേപോലെ തന്നെ ഇവിടെ ഒന്ന് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. വളരെ കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ. എന്തുകൊണ്ട് സുസുക്കി ഇത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ആക്സറി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ചെറിയ സംഭവമാണ്, പക്ഷേ ഇതിൻ്റെ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ജിംനിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്ക് സീറ്റിന് ലോഡ് സെൻസിങ് ഇല്ല. അപ്പോൾ ആളില്ലെങ്കിലും ജിംനിക്ക് മനസ്സിലാവുന്നില്ല ബാക്ക് സീറ്റിൽ ആളില്ല എന്നുള്ളത്. ഞാൻ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഒറ്റക്കാവും. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് കാറ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബീപ്പ് ബീപ്പ് എന്നുള്ള സൗണ്ട് ഇങ്ങനെ വരും. കാരണം എന്താ, ബാക്ക് സീറ്റിൻ്റെ ബെൽറ്റ് ഇട്ടില്ല. നമ്മൾ സൈഡാക്കിയിട്ട് ബാക്ക് സീറ്റിൽ വന്നിട്ട് ബക്കിൾ ചെയ്യണം. അത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്, വളരെ അനോയിങ് ആണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സേഫ്റ്റി ഫീച്ചർ, ബട്ട് ആളില്ലെങ്കിലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു ബീപ്പ് ബീപ്പ് സൗണ്ട് വരിക, അത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ വളരെ ഡിസ്റ്റർബൻസ് ആണ്. സംഭവം ഇതൊരു സേഫ്റ്റി ഫീച്ചറാണ്, പക്ഷേ എല്ലാ ടൈമിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ലോങ്ങിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അതുപോലത്തെ റൈഡൊക്കെ പോകുമ്പോൾ മാക്സിമം കുട്ടികളാണെങ്കിൽ ബാക്ക് സീറ്റിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക. ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു അനോയിങ് സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സീറ്റ് ബെൽറ്റ് ഓൾവേസ് ബക്കിൾ ചെയ്ത് വെക്കും. അപ്പോൾ ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന ഉടനെ പിള്ളേരൊക്കെ ചാടി കയറി എങ്ങോട്ടോ പോവാണ്, എൻ്റെ ആദമിൻ്റെ ബട്ടക്സിൽ ഈ ഒരു സംഭവം ഇടിച്ചു. അന്ന് ഞാൻ കരുതിയാണ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് വേണമെന്നുള്ളത്. അങ്ങനെ ഇൻ്റർനെറ്റിലൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി കിട്ടിയതാണ് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, വളരെ ചെറിയ പ്രൈസേ ഉള്ളൂ. ഇത് പല പ്രൈസിലും വരുന്നുണ്ട് കേട്ടോ, കാണാൻ നല്ല ലുക്കിലും വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം നോക്ക്, ജസ്റ്റ് ഇത്ര ചെയ്യാനുള്ളൂ. നമ്മൾ ഇതിൽ പ്ലഗ് ചെയ്ത് വെച്ചു, ഇത് പ്ലഗ് ചെയ്ത് വെച്ചു, കഴിഞ്ഞു. ഇനി അതിന് മുകളിൽ കയറി ഇരിക്കുകയാണെങ്കിലും വിഷയം വരുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണത്. ജിംനിക്ക് ഏറ്റവും കൂടുതൽ ലവേഴ്സ് ഉള്ളതും ഹേറ്റേഴ്സ് ഉള്ളതും ഇതിൻ്റെ ഒരു കോമ്പാക്ട് സൈസിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഇത്രയും കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സുസുക്കി പല കോംപ്രമൈസും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. ഇതൊരു ഓൺ റോഡ് പ്ലസ് ഓഫ് റോഡ് കാപ്പബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ്. അപ്പോൾ പലർക്കും പല ആവശ്യങ്ങളാവാം. സോ സുസുക്കി പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡിലാണെങ്കിലും ഇതിൻ്റെ ബൂട്ടിലാണെങ്കിലൊക്കെ നമുക്ക് ആക്സറീസ് ആഡ് ഓൺ ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്താണ്. മീറ്റർ കൺസോൾ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ട്രേ എന്ന് പറയാം. വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ ഒരു മീറ്ററിൻ്റെ മുകളിൽ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് റിമൂവ് ചെയ്യുക, പ്ലേസ് ചെയ്യാം. പിന്നെ ഇതിലൊരു റബ്ബർ മാറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പ്ലേസ് ചെയ്താലും അത് സ്ലിപ്പ് ആവില്ല. അപ്പോൾ നമ്മളത് കീ ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, നമ്മുടെ സ്പെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇയർപോഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് മൊബൈൽ പ്ലേസ് ചെയ്യാനും ഇത് വളരെ ഈസിയാണ്. ജിംനിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ. ഈ ഒരു സീറ്റിൻ്റെ ഒരു ഹൈറ്റ് നമുക്കൊരു കമാൻഡിങ് രീതിയിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നം വരുന്നില്ല. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാണ്. അടുത്തതാണ് ബൂട്ട് ഓർഗനൈസർ. അതൊരു ക്യാരി ബാഗ് പോലൊരു സംഭവം നമുക്ക് ഇതുപോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, സാധനങ്ങളൊക്കെ ആകെ ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. അതല്ല, ഇതിവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ബാഗാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും വളരെ ഓർഡർ ആക്കിയിട്ട് വെക്കാൻ പറ്റും. നമുക്ക് വളരെ നീറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. 200 സംതിങ് റേറ്റ് വരുന്നുള്ളൂ. പിന്നെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് കാർബൺ സ്റ്റിക്കറാണ്. നമ്മൾ സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം 5 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഷൂ തട്ടാൻ ചാൻസ് ഉള്ള, അതായത് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉള്ള ഏരിയാസൊക്കെ നമുക്ക്
ഇത് വെച്ച് കവർ ചെയ്യാം. ജിമ്മിൽ സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണെന്ന് പറയാറുണ്ട്. സോ അതിനുള്ളൊരു സൊല്യൂഷനാണ് ബാക്ക് റെസ്റ്റ് ഹാങ്ങർ. അതായത് നമ്മുടെ ക്യാരി ബാഗ്സ് ഒക്കെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഹെഡ് റെസ്റ്റിൽ ഹാങ് ചെയ്തിട്ട് ക്യാരി ബാഗ്സ് ഇവിടെ ഹാങ് ചെയ്യാൻ പറ്റും. വേറെ 2 ടൈപ്പ് ഹാങ്ങേഴ്സ് ഉണ്ടോ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ജിമ്മിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസിൽ എന്തെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിയിടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ആക്സറി എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. കാരണം ഇത് കീയുടെ മുകളിൽ ഒരു കവർ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. പോളിയൂറിത്തീൻ, അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ്. വീണ് പോവുകയാണെങ്കിലും വലിയ പ്രശ്നമില്ല, കാരണം സ്ക്രാച്ച് ആവില്ല. അതുപോലെ തന്നെ കീ ഒന്നും പൊട്ടാനും ചാൻസ് ഇല്ല. അതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പൗച്ച് ആഡ് ചെയ്യുന്നത് ബെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. കാരണം ഇതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കി, അത്രയും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. പിന്നെ ഈ ഒരു മാരുതി സുസുക്കിയുടെ കൂടുതൽ കാറുകൾക്കും വരുന്നത് സെയിം ടൈപ്പ് കീ ആണ്. ജിമ്മിക്ക് മാത്രമല്ല പല കാറിൻ്റെ കീസിനും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇതിലൊരു ആക്സറീസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഹാൻഡ് റെസ്റ്റ് ആഡ് ചെയ്യണം. പിന്നെ ഇൻറ്റീരിയറിൽ അങ്ങനെ കൂടുതലായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മളൊരു ജിമ്മി സീരീസ് എന്നുള്ള രീതിയിൽ ഇനി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നൈസ് ടു മീറ്റ് യു.